ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നൊരു രാജസ്ഥാനി സ്റ്റൈൽ ബ്രിഞ്ചോൾ മസാലയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ടി ഞാൻ ഒരു 7 ബ്രിഞ്ചോൾ എടുത്തിട്ടുണ്ട്. ചെറിയ ബ്രിഞ്ചോൾ തന്നെ നമ്മൾ എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്, ഒരു 4 ചെറിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ പീസസ് ആക്കി മുറിച്ചെടുത്തിട്ടുള്ളത്. ബ്രിഞ്ചോൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറിയതായിട്ടൊന്ന് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. മുഴുവനായിട്ട് മുറിച്ച പീസസ് ആക്കണ്ട, ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിന്നിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രിഞ്ചോളും ഉരുളക്കിഴങ്ങും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ബ്രിഞ്ചോളും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോഴേക്കും അതിൻ്റെ കൂടെ തന്നെ ഈ ബ്രിഞ്ചോളും പാകമായിട്ടുണ്ടാവും. കണ്ടോ? ഇനി നമുക്കിത് കോരിയെടുക്കാം. കണ്ടോ? നമുക്ക് ഇത്ര എണ്ണ ആവശ്യമില്ല. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മളിനി മസാല ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നമുക്കൊന്ന് കോരി മാറ്റാം. എണ്ണയിലേക്ക് ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞൊരു 2 സവാളയാണ്. നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സവാള ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവയൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 2 തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് വഴണ്ട് വരട്ടെ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വാടി ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലകളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മസാലക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബ്രിഞ്ചോളും പൊട്ടറ്റോയും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ മസാലയൊക്കെ നമ്മുടെ ഈ ബ്രിഞ്ചോളിലേക്ക് ഒന്ന് പിടിക്കണം. ഇനി നമ്മുടെ കറിയിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എണ്ണയിൽ നമ്മുടെ സാധാ കുറച്ച് ജീരകം ഞാൻ പൊട്ടിച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ? ആ കളറ് കണ്ടോ? എന്താ പറയുക, ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ രാജസ്ഥാനി ബ്രിഞ്ചോൾ മസാല തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.